ഇതുപോലെ എന്ത് ആവശ്യത്തിനും ഈ പറഞ്ഞ സുഹൃത്തുക്കളുടെ കട്ട കൊടുക്കും. ആ കാര്യത്തിൽ ബാസിലാണെങ്കിൽ തന്നെ ഇവന് കുറച്ച് രാഷ്ട്രീയവും അതുപോലത്തെ കുറച്ച് ഇതൊക്കെ ഉള്ള കാരണം ഇതിലൊക്കെ പെട്ടെന്ന് കയറി അറ്റൻഡ് ചെയ്യും. പിന്നെ എന്ത് സഹായത്തിനും നമുക്ക് വിളിക്കാൻ പറ്റിയൊരു മെമ്പറാണ് ബാസിലൊക്കെ. നിങ്ങളുടെ കൂട്ടത്തില് ഈ പറഞ്ഞ പോലെ ഒരു അച്ഛന്റെ സ്ഥാനത്ത് കാണുന്ന പോലെ എന്ത് പറഞ്ഞാലും അതൊരു ഉപദേശമൊക്കെ തരുന്ന ആരല്ലേ? അത് ആ ഒരു തന്ത വൈബല്ലേ ഉദ്ദേശിച്ചത്? അത് ആക്ച്വലി ബാസിലാണ് കൂട്ടത്തിൽ എന്താ പറയാ കുറച്ച് ഗൗരവത്തോടുകൂടി കാര്യങ്ങൾ പറയാം. ബാസിലിന്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് 10 മണിയായി കിടന്നുറങ്ങണം. 10 മണി എവിടെയാണോ സ്പോട്ടിൽ ആള് കിടക്കണം. കാറിലാണെങ്കിൽ കാറില്, ഇനിയിപ്പോ നിന്നാണെങ്കിൽ നിന്നിട്ടാണെങ്കിൽ ഉറങ്ങും. അതാണ് അവന്റെ ഒരു രീതി. 10 മണിക്ക് കിടക്കണം, 4 മണിക്ക് എണീക്കണം. അങ്ങനെയൊക്കെ ഒരു കറക്റ്റ് ചിട്ടയായ ജീവിതമാണ് ബാസിലിന്റെ. ഒരു വൈബ് എന്തൊക്കെയായിരിക്കും. എന്നാ വൈബിന് കുറവില്ല കേട്ടോ, അത് വേറെ കാര്യം. ഈ കൂട്ടത്തിൽ ബാക്കിയുള്ള ഫ്രണ്ട്സിന് അങ്ങനെ ഓരോ പേര് കൊടുക്കാനാണെങ്കിൽ ആരായിരിക്കും? ഹനാന് നമ്മൾ ഏത് കാറ്റഗറിയിലിടും? ഹനാന് അങ്ങനെ തന്ത വൈബിലൊന്നും പെടുത്താൻ പറ്റില്ല. ഹനാൻ സത്യത്തിൽ എല്ലാം എൻജോയ് ചെയ്ത് ആള് അങ്ങനെ ഞങ്ങളെ കൂട്ടത്തിലെ ആള് ഭയങ്കര ആക്റ്റീവാണ്. ഒരു ചാർലിയൊക്കെ പക്ഷെ പുറത്ത് ഞങ്ങൾക്ക് അങ്ങനെ ചാടി കളിച്ച് നടക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ രീതിയിൽ ഇങ്ങനെ ഞങ്ങളെ കൂട്ടത്തിലെ ആള് കംപ്ലീറ്റ്ലി ഓണാണ്, എന്റർടൈനറാണ് ആള്. സത്യത്തിൽ അവന് ഫുൾ ടൈം കൗണ്ടർ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. എന്തെങ്കിലും കൗണ്ടർ കിട്ടും. ഞങ്ങളെ രീതി എന്ന് പറഞ്ഞാൽ ഞങ്ങള് തമ്മിൽ ഞാൻ നേരത്തെ പറഞ്ഞ പച്ചിറച്ചി ഉണ്ടല്ലോ, അതാണ് ഞങ്ങളെ മെയിൻ. അപ്പൊ ആരെങ്കിലും മെയിൻ ഞങ്ങളെ സാധാരണ വരൽ ഇക്കുവാണ്. ഇക്കു എന്ന് പറയുന്നത് നബീലിനെയാണ്. അപ്പൊ നബീലിനെ തിന്നലാണ് ഞങ്ങളൊരു മെയിൻ ഹോബി. നബീലിനെ തിന്നത് കുറച്ച് അധികമായിട്ട് ഇപ്പൊ പിന്നെ എന്ത് വീണ് കിട്ടിയാലും നബീല്, അജുബദ്, നിഹാൽ ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് നമുക്ക് വെട്ടാനായിട്ട്. അപ്പൊ അതാണ് ഞങ്ങളൊരു എന്റർടൈൻമെന്റ്. അനാന്റെ രീതിയും അതാണ്, എന്റർടൈൻ ചെയ്യാന്നുള്ളതാണ്. അതിലൊരു സന്തോഷം കണ്ടത്. പോലെ. പക്ഷെ സ്റ്റീലിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആൾക്കാര് എക്സ്പെക്ട് ചെയ്യും അവൻ പുറത്ത് നമ്മളൊരു സർക്കിളിലെ ആള് ഭയങ്കര ആക്റ്റീവ്, അവന്റെ വേറൊരു വേർഷൻ അവിടെ കാണും. പക്ഷെ ആള് കൈൻഡ് ഓഫ് ഇൻട്രോവേർട്ടാ. പബ്ലിക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആള് കുറച്ച് വലിയ ആള് ഡീസൻ്റ് ആയി. പക്ഷെ നമ്മൾ ആ ഒരു അത് അവൻ്റെ കംഫർട്ട് സോണാണ്. ആ കംഫർട്ട് സോണിൽ അവൻ റിയൽ അവനെ കാണാം. പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആൾക്ക് അത് അത്ര വലിയ ഇഷ്ടമല്ല. അപ്പോൾ ഗേൾസിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവൻ കുറച്ചൊന്ന് ബേക്കിക്ക് വരും, അവന് അത്ര താല്പര്യമില്ല. പക്ഷെ ഇഷ്ടം പോലെ കോളേജിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അനാനെക്കാട്ടിലും കൂടുതൽ ആൾക്കാർ പിന്നാലെ കൂടുക ഇവൻ്റെ പിന്നാലെയാണ്. പക്ഷെ ഇപ്പൊ ഒരുപാട് വലുതായി പോയി. അന്നവൻ ചെറുതായിരുന്നു, ഭയങ്കര വലുതായി പോയി. പൊതുവെ നമ്മുടെ ഒരു പാഷൻ പോലെയാണല്ലോ യൂട്യൂബ് ചാനൽ. ഇപ്പൊ കാനഡയിൽ നിന്നാണ് ആദ്യത്തെ വീഡിയോ, അത് മഞ്ഞ് വരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ എന്താ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാം എന്നൊരു പ്ലാൻ? യൂട്യൂബിന്റെ കാര്യം ആക്ച്വലി ഇത് എൻ്റെ പ്ലാനിൽ ഉണ്ടായിരുന്നതല്ല. നമ്മൾ ഇൻസ്റ്റാഗ്രാം ആക്റ്റീവായിട്ട് യൂസ് ചെയ്യായിരുന്നു. അപ്പോൾ നമ്മളൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ട്. നമ്മൾ ഫ്രണ്ട് സർക്കിൾ അത്യാവശ്യം ആക്റ്റീവാണ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഹനാൻഷ ഒരു സിംഗർ, അത് എൻ്റെ വളരെ അടുത്ത കൂട്ടുകാരനാണ്, എൻ്റെ ചങ്കുമായ ഒരു കൂട്ടുകാരനാണ്. അപ്പോൾ ആ ഒരു കൂട്ടത്തിൽപ്പെട്ട ആളായതുകൊണ്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ആക്റ്റീവാണ്. ഹനാൻ ആ ടൈമിൽ ഞാൻ യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ ഒരു വർഷം മുമ്പേ അവൻ യൂട്യൂബൊക്കെ ആയിട്ട് ആക്റ്റീവായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കൂട്ടുകാരൻ ബാസിൽ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരൻ ചാനൽ തുടങ്ങി, അവനും ആക്റ്റീവായിട്ട് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് അടുത്തൊരു കൂട്ടുകാരൻ ജോർജിയയിലുള്ള അസൂർ എന്ന് പറഞ്ഞ കൂട്ടുകാരൻ, അവനും ആക്റ്റീവായിട്ട് വ്ളോഗ് തുടങ്ങി പോകുന്നുണ്ട്. അപ്പം ഞാൻ ഈ കാനഡയിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിവ് സമയങ്ങൾ തള്ളി നീക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്.